ഏറെ ബഹുമാനപ്പെട്ട ജെയിംസ് മഞ്ഞാക്കൽ അച്ഛൻ, നമ്മുടെ തൊട്ടടുത്തുള്ള CSI പള്ളിയിലെ വികാരി അച്ഛൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസികളുടെ സമൂഹമേ, നമ്മുടെ ഈ വർഷത്തെ കൺവെൻഷൻ ഇന്ന് ആരംഭിക്കുകയാണ്. ഈ കൺവെൻഷനെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നലെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചിരുന്നു. നമ്മുടെ ദൗത്യം, പ്രത്യേകിച്ച് കേരള സഭയുടെ ദൗത്യം ഇനി എന്താണ് എന്ന് നാം തിരിച്ചറിയണമെന്നാണ് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിച്ചത്. വളരെ ദൈവാനുഗ്രഹമുള്ള ഒരു സമൂഹം ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവവചനം പഠിച്ചു, ദൈവവചനത്തിനൊത്തവിധം ജീവിച്ചു. അനവധിയായ അനുഗ്രഹങ്ങൾ മാത്രമല്ല, ആരാധിക്കാൻ സ്വാതന്ത്ര്യവും ദേവാലയവും ഭൗതിക നന്മകളും ആവോളവും ദൈവജനത്തിന് നൽകി. പരിശുദ്ധാത്മാവിനെ തന്നെ തീക്കാറ്റയച്ച് പാപത്തിൽ മുഴുകിക്കഴിഞ്ഞിരുന്ന മാനസാന്തരപ്പെടാത്തവരെ മാനസാന്തരപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടി ഏകദേശം 70 കാലഘട്ടം മുതൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു തീക്കാറ്റ് ദൈവം അയച്ചു. മദ്യപാനികളൊക്കെ മദ്യപാനം നിർത്തി, അവരുടെ കുടുംബത്തിൽ സമാധാനമുണ്ടായി. അതുപോലെ ബാറുകളുണ്ടായിരുന്നവർ ബാറ് നിർത്തി, അവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടായി, ബാറ് വിറ്റൊക്കെ നേട്ടമുണ്ടായി, കുടുംബസമാധാനം കിട്ടി, പൈശാചിക ശാപങ്ങൾ അവരുടെ ഭവനത്തിൽ നീങ്ങി. അങ്ങനെ തുടങ്ങി രോഗികൾ സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റു. 2000 വർഷം മുമ്പ് യേശു നടത്തിയിട്ടുള്ള പല അത്ഭുതങ്ങളും ഈ കാലഘട്ടത്തിൽ തന്നെ തളർവാദ രോഗികളെ എഴുന്നേൽപ്പിച്ച് നടത്തിക്കൊണ്ടും രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ടും പൈശാചിക ശക്തികളുടെ ബന്ധനങ്ങൾ അഴിച്ചുകൊണ്ടും കർത്താവ് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ആ ദൈവവചനങ്ങളൊക്കെ സ്വീകരിച്ചതിന്, നന്മകൾ സ്വീകരിച്ച ജനം ആ നന്മകളുടെ ആ കൃപകൾ അനുഭവിക്കുന്നതോടൊപ്പം അവർ ചെയ്യേണ്ട ദൗത്യത്തെക്കുറിച്ച് അവർ മറന്നുപോകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതെന്താണ്? നമുക്ക് കിട്ടിയ ദൈവാനുഗ്രഹവും ദൈവസ്നേഹവും മറ്റുള്ളവരോട് പകർന്നു കൊടുക്കാൻ തക്കവണ്ണമുള്ള ഒരു പാത്രമായി നമ്മൾ രൂപാന്തരപ്പെടണം. അതിന് പറയുന്ന പേരാണ് മിഷൻ. ഒരു മിഷണറിയായി ഓരോ ക്രിസ്ത്യാനിയും ഓരോ മിഷണറിയാണ്. ഓരോ ക്രിസ്ത്യാനിയും ഓരോ സുവിശേഷകനാണ്. ആ സുവിശേഷ ദൗത്യം അവരുടെ മക്കൾക്ക് സുവിശേഷം കൊടുക്കാൻ സാധിക്കണം, അവരുടെ കുടുംബത്തിൽ സുവിശേഷം കൊടുക്കാൻ സാധിക്കണം, അവരുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തിൽ മാത്രമല്ല, ചുറ്റുപാടും ജീവിക്കുന്ന മനുഷ്യർക്കൊക്കെ സുവിശേഷം കൊടുക്കണം. അതുകൊണ്ടായില്ല നമ്മൾ സുരക്ഷിതരായിരിക്കുമ്പോൾ ദൈവവചനം കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഇടങ്ങളിലേക്ക് നമ്മൾ പോകണം. നമ്മൾ ഏറ്റവും കൂടുതൽ സുറിയാനി സഭാവിശ്വാസികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചതനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഈ പറച്ചിൽ മാത്രമേ നമുക്കുള്ളൂ എന്നും നമ്മൾ വളരെ കപട ക്രിസ്ത്യാനികളാണെന്നും എനിക്ക് ഈ അടുത്ത കാലത്ത്, കൊറോണ കാലത്താണ് മനസ്സിലായത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പഠിപ്പിച്ചതനുസരിച്ച് പോകണം. ഞാൻ ഇരുന്ന് ധ്യാനിച്ച്, എന്താണ് ഈ പൂർവ്വപിതാക്കന്മാർ പഠിപ്പിച്ചത്? പൂർവ്വപിതാക്കന്മാർ പഠിപ്പിച്ചത്, അവർ ഭാഷ അറിയാൻ മേലാത്ത ഒരു രാജ്യത്തേക്ക് വരാൻ തീരുമാനിച്ചു. അവർക്ക് കിട്ടിയ വിശ്വാസത്തിൻ്റെ ചൈതന്യമൊക്കെ അവർ സുരക്ഷിതത്വമൊന്നും വകവെക്കാതെ നാട് വിട്ട് അവർ പോന്നു. അപ്പോസ്തലന്മാരും അങ്ങനെ തന്നെ. അങ്ങനെ അവർ പോന്ന വഴിത്താരയിൽ കർത്താവിൻ്റെ വചനങ്ങൾ പ്രസംഗിച്ചു, പുതിയ സമൂഹത്തെ അത് പഠിപ്പിച്ചു, അവരെ അങ്ങനെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് പരിശ്രമിച്ചു എന്നുള്ളതാണ് പൂർവ്വപിതാക്കന്മാർ ചെയ്തത്. ഇത് നമ്മൾ ഒരു പിതാവെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഒരു പിതാവെന്ന നിലയിൽ ഞാനൊരു സുറിയാനി പിതാവാകുന്നത്, നമ്മൾ മറ്റൊരു സമൂഹത്തിൽ പോയി, ഭാഷ അറിയാൻ മേലാത്ത സമൂഹത്തിൽ പോയി ആ സുവിശേഷം അവിടെ കൊടുത്ത് അവരെ ദൈവവചനം പഠിപ്പിച്ച്, ആരാധനകൾ പഠിപ്പിച്ച്, അവരെ ധൂപക്കുറ്റി അടിപ്പിക്കുകയും കുറിയലായുസോൻ പറയിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ മാത്രമേ ഞാനൊരു യഥാർത്ഥ സുറിയാനി പിതാവാണെന്ന് പറയാൻ സാധിക്കൂ എന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങി. അതുകൊണ്ട് കേരളത്തിലെ സുവിശേഷ ശുശ്രൂഷകൾ ക്രമേണ അവസാനിപ്പിച്ച് കേരളത്തിൽ നിന്ന് പുറത്തുപോയി കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പരിശുദ്ധാത്മാവിൻ്റെ തിരികിതമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം ഒരു മിഷൻ കാലഘട്ടമാണ്.
അതുകൊണ്ട് എല്ലാ സഭകളിലെയും പുരോഹിതന്മാരെയും പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കുന്നവരെയും പ്രേരിപ്പിക്കുന്നത് ചുറ്റുപാടുമുള്ള വിശ്വാസം സ്വീകരിച്ചിട്ടില്ലാത്തവരുടെ മുമ്പിൽ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീരുക എന്നുള്ളതാണ്. അതിനോട് ചേർത്ത് നാം ചിന്തിക്കുമ്പോൾ നാം ഇന്ന് കാണുന്നത് വിശ്വാസത്തിൽ ഇന്ന് നമ്മളെ വിളിച്ച് ഇവിടെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട മഞ്ഞാക്കലച്ചൻ ഒരു വിശ്വാസത്തിൻ്റെ സുവിശേഷത്തിൻ്റെ തീർത്ഥാടകനാണ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അദ്ദേഹം ഒരു തീർത്ഥാടകനാണ്. വളരെ കൊച്ചുപ്രായത്തിൽ ജീവിതത്തിലെ വഴിയൊക്കെ മാറിപ്പോയൊരു കാലഘട്ടം എനിക്കും ഉണ്ടായി. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ദേവാലയങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അത്ര നല്ലൊരു അന്തരീക്ഷമൊന്നും അല്ല ദേവാലയത്തിലുള്ളത്. വളരെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന പല അനുഭവങ്ങളും എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരിക്കൽ ഒരു പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോയി. ഞാനുമായി വ്യക്തിപരമായി ബന്ധമുള്ളൊരു വിശുദ്ധ കുർബാനയാണ്. കുർബാനയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ കുർബാന ചൊല്ലുന്ന അച്ഛനും താഴെ നിൽക്കുന്ന അച്ഛനും തമ്മിൽ അടി എന്ന് പറഞ്ഞാൽ അങ്ങനെ കൈകൊണ്ടുള്ള അടിയല്ല, ഞങ്ങൾ ആത്മീയമായ അടിയുണ്ട്. ആത്മീയമായ അടിക്കുകയാണ് ഇവർ തമ്മിൽ. ഒരച്ഛൻ കുർബാന ചെല്ലാനായിട്ട് ഒരുങ്ങുമ്പം മറ്റേ അച്ഛൻ മൈക്ക് ഓഫ് ചെയ്തു, എന്നിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. അച്ഛൻ ഇനി മൈക്ക് ഇല്ലാതെ ഇല്ല മതി. അപ്പം ഞാൻ വളരെ വിഷമിച്ച് അവിടെ നിന്നു, ഇതൊക്കെ കണ്ടും കേട്ടും. ഞാൻ പിന്നെ പള്ളിയിൽ പോക്ക് പതുക്കെ കുറച്ചു. കാരണം ഇതൊന്നും കാണണ്ടല്ലോ എന്നോർത്താണ് പള്ളിയിൽ പോക്ക് കുറച്ചത്. പക്ഷേ അതെന്നെ കൊണ്ടെത്തിച്ചത് സത്യത്തിൽ വളരെ വ്യത്യസ്തമായ ചില പ്രത്യയശാസ്ത്രങ്ങളിലാണ്. ആ പ്രത്യയശാസ്ത്രങ്ങൾ നല്ലതാണെങ്കിലും അതിൽ ദൈവം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതൊക്കെ വായിച്ചും കേട്ടുമൊക്കെ പഠിച്ച് ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് എൻ്റെ പിതാവ് വെടിയേറ്റ് മരിക്കുന്നത്. ആ വേദനയും കൂടെ നെഞ്ചിലേറ്റിക്കൊണ്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ ആശ്രയിക്കാൻ പറ്റുന്നൊരു അച്ഛനെയാണല്ലോ. അതുകൊണ്ട് ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഞാനിങ്ങനെ വളരെ മനപ്രയാസപ്പെട്ട് നടക്കുകയാണ്. അപ്പോൾ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെയുള്ള പ്രയാസങ്ങളൊക്കെയാണ്, ബുദ്ധിമുട്ടിലിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ എനിക്കൊരു നല്ല ഉപദേശം തന്നു. അച്ഛൻ തന്ന ഉപദേശം ഇതായിരുന്നു, എടാ നിൻ്റെ അപ്പൻ മരിച്ചുപോയെങ്കിൽ അതിൽ നിന്നൊരു ഗവൺമെൻറ് ജോലി കിട്ടും, നീ ആ ജോലി വിട്ടുകളയരുത്. നിൻ്റെ ചേട്ടന്മാർ നീ അത് പിടിച്ചെടുക്കുന്നതിന് മുമ്പേ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാകാനുള്ള നിനക്ക് കിട്ടുന്ന ഏക ചാൻസാണിത്, ആ ചാൻസ് നീ ഉപയോഗിച്ചോണം. പിന്നെ എനിക്ക് ഉറക്കമില്ലാതെയായി. കാരണം എൻ്റെ അപ്പൻ പോലീസുകാരനായതുകൊണ്ട് ഒരുപക്ഷെ അന്ന് ഞാൻ +2 പഠിക്കുകയാണ്. ഡിഗ്രിയൊക്കെ പഠിച്ചാൽ ഇനി വല്ല SIയോ വല്ല ആവുമോ? അന്ന് SI എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവമാണ്. അപ്പം ഞാനിതൊക്കെ മനസ്സിൽ സ്വപ്നം കണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലെല്ലാവരും കൂടി തീരുമാനമെടുത്തു. നമ്മുടെ രണ്ടാമത്തെ സഹോദരൻ വലിയ കഴിവുള്ള ഒരാളല്ല. അതുകൊണ്ട് മൂത്തയാൾ പറഞ്ഞു, നമുക്ക് അവന് കൊടുത്തേക്കാം ഈ ജോലി. അതുകൊണ്ട് ഞാനും പറഞ്ഞു, എന്നാൽ പിന്നെ അവന് കൊടുത്തേക്കാം. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, എൻ്റെ മൂത്ത സഹോദരൻ പ്രത്യേകിച്ചൊരു ആത്മീയതയുള്ള ആളൊന്നുമല്ല. എൻ്റെ ആ മൂത്ത സഹോദരനുള്ള ആത്മീയത പോലും എനിക്ക് ഉപദേശം തന്ന അച്ഛനില്ലല്ലോ എന്ന ചിന്ത എന്നെ വല്ലാതെ ഭാരപ്പെടുത്തി. ഞാൻ ക്രമേണ ദേവാലയത്തിൽ നിന്ന് പടിയിറങ്ങി. പിൽക്കാലത്ത് ഞാൻ ഈ ബസേലിയോസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് നാഗമ്പടം വഴി ഒന്ന് യാത്ര ചെയ്യാനിടയായി തീർന്നപ്പോൾ അവിടെ ഒരു കരിസ്മാറ്റിക് നവീകരണ ധ്യാനം നടക്കുകയാണ്. ചില ആളുകൾ ചോദിക്കും, എന്താണ് സുറിയാനി സഭാ വിശ്വാസ പാരമ്പര്യത്തിൽ ജീവിക്കുന്ന തിരുമേനി അച്ഛന് ബിഷപ്പിന് ഈ കരിസ്മാറ്റിക്കിനോടൊരു ചെറിയ പ്രേമമുള്ളത് എന്തുകൊണ്ടാണ്? സത്യത്തിൽ അത് പ്രേമമാണ്, ഒരു പ്രണയമായിരുന്നത്. ഞാൻ ആ വഴിത്താരയിലൂടെ പോകുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാനിടയായത് അതെന്നെ ആകർഷിച്ചു. ഞാൻ അവിടെ ഇരുന്ന് സുവിശേഷം കേട്ടു. അതെൻ്റെ മനസ്സിലൊരു സ്പാർക്ക് നൽകി. അത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വീണ്ടും പഴയ ജീവിതശൈലിയിലേക്കൊക്കെ പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നെ ഇതുപോലൊരു ക്രിസ്മസിൻ്റെ രാത്രിയിൽ ഡിസംബർ 31 വൈകുന്നേരം എന്നോട് പറഞ്ഞു, കോട്ടയത്തിനടുത്ത് ഒരു സ്ഥലമുണ്ട്, കാരീസ് ഭവൻ.
അവിടെ ഡിസംബർ 31 ഒരു പ്രാർത്ഥനയുണ്ട്. അതൊരു നല്ല പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കെടുക്കാം. പ്രാർത്ഥനയോടുള്ള താല്പര്യം കൊണ്ടല്ല. കത്തോലിക്ക സഭയിൽ ഒരു പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. കത്തോലിക്ക സഭയിലെ അച്ഛന്മാർക്ക് ഈ തൊപ്പി ഇല്ലാത്തതുകൊണ്ട്, നമുക്ക് തൊപ്പിയും വെട്ടുതൊപ്പിയൊക്കെ ഉള്ളതുകൊണ്ടും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കത് അനാകർഷകമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്നാലും കൂട്ടുകാരൻ്റെ പ്രത്യേകമായ ക്ഷണവും മസാല ദോശ മേടിച്ച് തരും. അതുപോലെ തന്നെ അദ്ദേഹം എനിക്ക് വണ്ടിക്കൂലി എടുക്കും, എന്നെ വീട്ടിൽ കൊണ്ടുപോയി തിരിച്ചു വിടും. ഇത്രയും ഓഫറുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയത്. ആ രാത്രിയിലെ ഒരു പ്രാർത്ഥനയിൽ അച്ഛനാണ് ആ ശുശ്രൂഷ നടത്തിയത്. അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ക്ഷമിക്കാനോടുള്ളവരോടെല്ലാം ഇന്ന് രാത്രി ക്ഷമിക്കണം. നമ്മൾ വിട്ടുകളയേണ്ട പാപങ്ങളെല്ലാം ഈ വിട്ടുകളയണം. തലേ ദിവസം വരെ കൂട്ടുകാരുമൊക്കെ ആയിട്ട് ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു എനിക്ക്. പാമ്പാടിയിലൊക്കെ എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട്. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നതുകൊണ്ട് എല്ലാവരും എന്നെ നന്നായിട്ട് സ്നേഹിക്കാറുണ്ട്. ആ കൂട്ടുകെട്ടുകൾക്ക് സ്വാഭാവികതയുണ്ടല്ലോ. ആ കൂട്ടുകെട്ടുകളുടെ പ്രയാസങ്ങളൊക്കെ എനിക്കുണ്ട്. എന്ത് പറഞ്ഞാലും അവർ പറഞ്ഞാൽ അത് ഞാൻ കേൾക്കുന്ന ഒരാളാണ്. ഇന്നും കൂടെയുള്ളവരൊക്കെ എന്ത് പറഞ്ഞാലും അതൊക്കെ വലിയ കാര്യമായി സ്വീകരിക്കുന്ന ആളാണ് ഞാൻ. എന്തായാലും ഈ പ്രാർത്ഥന കേട്ടപ്പോൾ ഞാൻ വളരെ കാലങ്ങൾക്ക് ശേഷം ഡിസംബർ 31 ഒരു രാത്രിയിൽ നല്ല ഇരുട്ടായതുകൊണ്ട് എനിക്ക് കരയാൻ പറ്റി. ഞാൻ ആ കാരീസ് ഭവൻ്റെ മുറ്റത്ത് നിന്ന് കരഞ്ഞു. അതിനുശേഷം തിരിച്ചു പോന്നു. പിന്നെ ഞാൻ അവിടെ ഒരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഒരു എല്ലാ 3-ാം ശനി ഞായറാഴ്ചകളിലും അവിടുത്തെ ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കാൻ പോയി. കുർബാന കഴിഞ്ഞ് അവിടെ പോയി ശുശ്രൂഷയിൽ കൂടും. അപ്പോഴാണ് അവിടെ ഒരു വലിയ കൺവെൻഷൻ നടക്കുന്നു. 1000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന കൺവെൻഷൻ. ഞാനും പോയി. ആ കൺവെൻഷനിൽ ഒരു ചെറുപ്പക്കാരൻ നിന്ന് പ്രസംഗിക്കുന്നു. ചെറുപ്പക്കാരൻ്റെ വായിൽ നിന്ന് വരുന്ന തീപ്പൊരിയാണ്. തീപ്പൊരി പ്രസംഗം കേട്ട് നമ്മുടെ ചങ്ക് കലങ്ങിപ്പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ പ്രസംഗത്തിൻ്റെ അവസാനം പറഞ്ഞു, ഈ പ്രസംഗിച്ച ചെറുപ്പക്കാരൻ തോമസ് കുട്ടി എന്ന് മറ്റാണെന്ന് പേരെന്ന് എനിക്ക് തോന്നുന്നു. ഇവനൊരു നാണം കുണുങ്ങിയായിരുന്നു. ഇവനെ ഇവിടുത്തെ സുവിശേഷക സ്കൂളിൽ പഠിച്ചപ്പോഴാണ് ഇവൻ ഈ അഭിഷേകം കിട്ടിയത്. അപ്പം ഞാൻ പൊതുവെ നാണം കുണുങ്ങിയാണ്. സ്റ്റേജിൽ കയറാൻ എനിക്ക് ഭയങ്കര ഭയമാണ്. മാത്രമല്ല ആളുകളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ആളുകൾ കൂട്ടമായി നിൽക്കുന്ന ഇടങ്ങൾ ഒഴിവാക്കി യാത്ര ചെയ്യാൻ പ്രത്യേകം പരിശ്രമിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ ഒരു ആപ്ലിക്കേഷനൊക്കെ എഴുതി അച്ഛൻ്റെ അടുക്കൽ ഞായറാഴ്ച എന്നിട്ട് അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, അച്ഛാ, ഞാൻ ഈ സുവിശേഷക സ്കൂളിൽ ചേരാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ ആ പേപ്പർ വായിച്ചു നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, നീ ഒരു യാക്കോബായക്കാരനാണല്ലേ? യാക്കോബായ സഭയിലും സുവിശേഷത്തിൻ്റെ ശക്തിയും തിരിയും ആളിക്കത്താൻ ഒരു യാക്കോബായക്കാരനെ ഈ സുവിശേഷക സ്കൂളിൽ ചേർക്കുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. വളരെ സ്വീകാര്യമായ അച്ഛൻ്റെ വാക്കോടുകൂടി അച്ഛൻ എന്നെ സ്വീകരിച്ച്, അച്ഛൻ സ്വീകരിക്കുന്നവർക്കെല്ലാം ആശ്ലേഷിച്ചിട്ടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അച്ഛൻ എന്നെ ഒന്ന് ആശ്ലേഷിച്ച് വിട്ടു. ഞാൻ ആ സുവിശേഷക സ്കൂളിൽ പോയി. മാസത്തിൽ 4 ദിവസമേ ക്ലാസ്സുള്ളൂ. ഓരോ ക്ലാസ്സുകളും കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ ആദ്യത്തെ പോക്ക് ജയിലിലേക്ക്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതല്ല, ജയിലിൽ പോയി ജയിലിൽ കിടക്കുന്നവനെ കണ്ടിട്ട് മാത്രമേ നമുക്ക് തിരിച്ച് അടുത്ത റിപ്പോർട്ടുമായിട്ട് വേണം ചെല്ലാൻ. രണ്ടാമത്തെ മാസം വിട്ടത് ചേരിയിലേക്ക്, കോട്ടയത്തെ തെരുവുകളിലും ചേരിയിലും പോയി അവിടുത്തെ ഭവനങ്ങൾ സന്ദർശിച്ചിട്ട് ചെല്ലണം. മൂന്നാമത് പോയത് നമ്മുടെ ചുറ്റുപാടുമുള്ള ഭവനങ്ങളിലും അതുപോലെ ലക്ഷം വീട് കോളനികളിലേക്കും പോകണം. പിന്നെ പോയത് മെഡിക്കൽ കോളേജ് വാർഡുകളിൽ പോയി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോരണം. അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി പല ശുശ്രൂഷകൾ നടത്തി തിരിച്ചു ചെന്നു. അപ്പോഴാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു അവിടെ. അദ്ദേഹം ഒരു ദിവസം അച്ഛനോട് എന്ന് പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ കോളറുള്ളയാളുടെ കോളർ തന്നെ അഴിച്ചു മാറ്റാൻ പറ്റുന്നു, മുഴയുണ്ടായിരുന്നയാളുടെ മുഴ അപ്രത്യക്ഷമാകുന്നു, അനേകം രോഗശാന്തികൾ നടക്കുന്നു.
അച്ഛനൊരു വരം കിട്ടിയിട്ടുണ്ട്. ഈ വരം ഞങ്ങൾക്കൂടെ കിട്ടാനായിട്ട് അച്ഛൻ ഞങ്ങളെയും കൂടെ ഇതിൻ്റെ കൂടെ അച്ഛൻ്റെ കൂട്ടത്തിലൊന്ന് ചേർത്ത് നിർത്തണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അതൊക്കെ കിട്ടണമെങ്കിൽ ഞാൻ സെമിനാരി പഠിക്കുന്ന കാലത്ത് ഉപവസിച്ച് ഞാൻ മെഡിക്കൽ കോളേജ് വാർഡിൽ ഉടനീളം നടന്ന് രോഗികളെ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ നല്ലവണ്ണം ഉപവാസം എടുക്കുമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് കർത്താവ് എന്നിലൂടെ ഇത് പ്രകടമായത്. ഞാൻ തിരിച്ചു വന്ന് ഉപവാസം തുടങ്ങി. 3 ദിവസത്തെ ഉപവാസം, 4 ദിവസത്തെ ഉപവാസം, പിന്നെ മെഡിക്കൽ കോളേജ് വാർഡിൽ കയറി പ്രാർത്ഥന. കുറേ കാലം പ്രാർത്ഥിച്ചു, ഒന്നും നടന്നില്ല. ഒരു ദിവസം ഒരു ക്യാൻസർ ബാധിതയായ ബ്ലഡ് ക്യാൻസർ ബാധിതയായ പെൺകുട്ടി കട്ടിലേ കിടന്ന് പിടയ്ക്കുകയാണ്. ആ പിടയ്ക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ അവിടെ നിന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ആ പെൺകുട്ടി പരിപൂർണ സൗഖ്യം പ്രാപിച്ച് ഡിസ്ചാർജായി വീട്ടിലേക്ക് പോയി. ഹല്ലേലൂയ. അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യം നടന്ന സൗഖ്യമായതുകൊണ്ട് ആദ്യത്തെ സാക്ഷ്യമാണല്ലോ, സഭയെ പടുത്തുയർത്താനുള്ള ഞങ്ങളുടെ ആദ്യത്തെ സാക്ഷ്യമായതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഈ ആളെ തപ്പി. അവർ കറുകച്ചാലുകാരാണ്. ഞങ്ങൾ കറുകച്ചാലി ചെല്ലുമ്പോഴേക്കും അവിടെ വലിയ പാട്ടിൻ്റെ ഒച്ചയൊക്കെ കേൾക്കാം. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ പെണ്ണ് വന്ന ഉടനെ തന്നെ പെന്തിക്കോസി ചേർന്നു. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ രോഗശാന്തി പോലും ഞങ്ങൾക്ക് യാതൊരു പ്രയോജനവും കിട്ടിയില്ല. അതുകൊണ്ട് സുവിശേഷ സ്കൂളിലൊക്കെ പഠിച്ച് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ കുറേ കൂട്ടുകാരെയും കൂടെ സംഘടിപ്പിച്ചു. ഒറ്റയ്ക്ക് പോയിട്ട് കാര്യമില്ല. അങ്ങനെ മണർകാട് പ്രദേശത്ത് നിന്ന് കുറേ കൂട്ടുകാരെയും സംഘടിപ്പിച്ച് വീണ്ടും സുവിശേഷ ശുശ്രൂഷ വീണ്ടും ശക്തിപ്പെടുത്തി. അപ്പോഴാണ് എനിക്കൊരാഗ്രഹം, മണർകാട്ട് ഒരു കൺവെൻഷൻ നടത്തണം. ഞാൻ അച്ഛനോട് ചെന്ന് ചോദിച്ചു, അച്ഛാ ഒരു ഡേറ്റ് തരാമോ? അച്ഛൻ്റെ ഡേറ്റ് കിട്ടാൻ വളരെ പാടാണ്. അച്ഛൻ പറഞ്ഞു, നമ്മുടെ യാക്കോബ സഭയിലല്ലേ, എൻ്റെ ഡേറ്റ് നിനക്ക് ഞാൻ തന്നിരിക്കുന്നു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, അവനെ നോക്ക്, ഒരു കാലുവന്ത നായെപ്പോലെ അവൻ ഈ നടപ്പ് മുഴുവൻ നടക്കുന്നത് അവൻ്റെ സഭയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പോയി, കാരീസ് ഭവനിലുള്ള സകലരും പോയി അവനെ സഹായിക്കണം. അങ്ങനെ കാരീസ് ഭവൻ ടീം എല്ലാം ചേർന്ന്, അച്ഛനും ചേർന്ന് മണർകാട് പ്രദേശത്തൊരു കൺവെൻഷൻ നടത്തി. ആ കൺവെൻഷൻ്റെ അനന്തരഫലമായി കൺവെൻഷൻ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരെല്ലാം എന്നെ വിട്ടുപിരിഞ്ഞു. അതിൽ ഭൂരിപക്ഷം പേരും പെന്തക്കോസ്ത് സഭയിലേക്ക് പോയി. ഞാൻ ഒറ്റയായി. അങ്ങനെ ഏകനായി ഞാൻ സെമിനാരിയിലേക്ക് യാത്ര തിരിച്ചു. എനിക്കൊരു വാശിയുണ്ടായിരുന്നു, കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് എനിക്ക് കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കണം. അങ്ങനെ തിരിച്ചു വന്നു. എന്തായാലും പോയവരെല്ലാം തിരിച്ചിപ്പോൾ സഭയിലേക്ക് വരാൻ തുടങ്ങി. പോയവരെല്ലാം സഭയിലേക്ക് തിരിച്ചു വന്നു. അച്ഛനാണെങ്കിൽ അന്ന് ശാരീരികമായ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മൂലം കഷ്ടപ്പെട്ടു. അതിനുശേഷം അച്ഛനെ ദൈവം ബാംഗ്ലൂർക്ക് അയച്ചു. ബാംഗ്ലൂരിൽ നിന്ന് അച്ഛൻ മിഡിൽ ഈസ്റ്റിലേക്ക് പോയി. മിഡിൽ ഈസ്റ്റിൽ നിന്ന് അച്ഛനെ യൂറോപ്പിലേക്ക് അയച്ചു. അതിനുശേഷം കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ ഇസ്രായേലിൽ നിൽക്കുമ്പോൾ യൂറോപ്പിൽ നിന്ന് കുറേയേറെ ആളുകൾ ഇങ്ങനെ ഗ്രൂപ്പുകളായി പോകുന്നു. അവരെന്നോട് ചോദിച്ചു, ബിഷപ്പ് എവിടെ നിന്ന് വരുന്നതാണ്? ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഡു യു നോ ജെയിംസ് മഞ്ഞാക്കൽ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ നോ. അന്നേരം ആ പ്രദേശത്തുള്ള യൂറോപ്യൻകാർക്ക് ആർക്ക് ചോദിച്ചാലും അവർക്ക് ആകെപ്പാടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ ഒരു പേരേ ഉണ്ടായിരുന്നുള്ളൂ, ജെയിംസ് മഞ്ഞാക്കൽ. ഓരോ യൂറോപ്യൻ രാജ്യങ്ങളിലൂടെയും അദ്ദേഹം നടന്നു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ വഴി 10,000 ആളുകൾ മാനസാന്തരപ്പെട്ടു. വിശ്വാസം നഷ്ടപ്പെട്ട 10,000 തിരിച്ചു വന്നു സഭയിലേക്ക്. ഞാൻ ഓർക്കുകയാണ്, അച്ഛൻ്റെ കൂടെയുള്ളൊരു കൊച്ചച്ഛൻ, ആ അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ ഒരിക്കൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി യൂറോപ്പിൽ ചെന്നു. അപ്പോൾ അച്ഛൻ പറയുമായിരുന്നു, ശുശ്രൂഷ കഴിഞ്ഞ് തലേ കൈവച്ച് പ്രാർത്ഥിക്കാൻ നിന്നത് 3.5 മണിക്കൂറാണ്. 15,000 പേരെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞാൻ കിടന്നൊന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റു. ഈ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് 15,000 പേരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഒരു രാജ്യം വിട്ട് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ വിവിധ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്ത് കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിച്ച ഒരു പ്രവാചകനാണ് എന്ന് നമ്മൾക്ക് മുമ്പിൽ ഇരിക്കുന്നത്. അദ്ദേഹം എൻ്റെ ജീവിതത്തിലും വലിയ ഒരു പ്രചോദനമായി മാറുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ടാണ് അച്ഛൻ ഒത്തിരി കാലം വിദേശത്തായിരുന്നെങ്കിലും ഞാൻ ജർമ്മനിയിലേക്ക് വിളിച്ചു പറഞ്ഞ് അച്ഛനെ ഡേറ്റൊക്കെ ചോദിച്ച് വാങ്ങി ഇന്ന് അച്ഛനിവിടെ വന്നത്. ഇതിനിടയിൽ അച്ഛന്
അച്ഛൻ്റെ ശരീരം തളർന്നു പോകുവാനിടയായിത്തീർന്നു. 1 വർഷം മുഴുവനും അച്ഛൻ തളർന്നു കിടന്നെന്നാണ് അച്ഛൻ പറഞ്ഞത്. ഫിസിയോതെറാപ്പി ചെയ്ത് കർത്താവിൻ്റെ കരുണയും കൃപയും വന്നു. അവസാനം വീൽ ചെയർ വരെ എത്തി. പിന്നീട് ഒരു ദിവസം കർത്താവ് അച്ഛനെ സ്പർശിച്ചപ്പോൾ അച്ഛൻ എഴുന്നേറ്റ് നടക്കുക കൂടി ചെയ്തു. വടികളൊന്നുമില്ലാതെ അച്ഛൻ എഴുന്നേറ്റ് നടന്നു. അങ്ങനെ കർത്താവിൻ്റെ ഒരു ജീവിക്കുന്ന സാക്ഷിയായി ഇന്ന് നമ്മുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട മഞ്ഞാക്കലച്ചൻ വന്നിരിക്കുമ്പോൾ അച്ഛനെ ഈ കൺവെൻഷൻ പള്ളിയിലേക്ക് പ്രത്യേകമായിട്ട് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയും അച്ഛൻ അന്നു മുതൽ ഇന്ന് വരെ ചെയ്തിട്ടുള്ള സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും ഒത്തിരിയേറെ നന്ദി ഈ അവസരത്തിൽ അർപ്പിക്കുകയും ചെയ്തു. അച്ഛനെ ഈ വേദിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊരിക്കൽ കൂടി അച്ഛന് വേണ്ടി ഒന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അച്ഛനെ അനുഗ്രഹിക്കണമേ, അച്ഛൻ്റെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. ലോകം മുഴുവനും സുവിശേഷത്തിൻ്റെ ശബ്ദമായി മാറുവാൻ അച്ഛന് ദൈവം കൊടുത്ത കൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. കൂടുതലുപരിയായ അനുഗ്രഹങ്ങളും കൃപകളും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. Pelexínos, yo. നമ്മുടെ ഈ കൺവെൻഷനിൽ സത്യത്തിൽ 2ാമത്തെ ദിവസമായിരുന്നു നമ്മൾ ജെയിംസ് മഞ്ഞാക്കൽ അച്ഛനെ നമ്മൾ ക്ഷണിച്ചത്. അപ്പോഴായിരുന്നു ആദ്യത്തെ ദിവസം നമ്മൾ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ തറയിൽ പിതാവിനെയാണ് നമ്മൾ ക്ഷണിച്ചതെങ്കിലും അദ്ദേഹം പട്ടമേറ്റ സമയമായതുകൊണ്ട് പട്ടം കുടയും അതുമായി ബന്ധപ്പെട്ട വലിയ തിരക്കുകളും ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ ഓടിയെത്താൻ സാധിക്കാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഞങ്ങൾ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി വളരെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഒരു ദിവസമായി ചുരുക്കിയത്. അപ്പോൾ അച്ഛനോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ 1-ാം തീയതിയും വരാം, 2-ാം തീയതിയും വരാം. സത്യത്തിൽ അച്ഛൻ ഈ സുവിശേഷത്തിന് വേണ്ടി കാണിക്കുന്ന അതിഭയങ്കരമായ തീഷ്ണത നമുക്കെല്ലാവർക്കും മാതൃകയാണ്. ഇന്നലെ വൈകുന്നേരം ഇവിടെ പോയിട്ട് അച്ഛനെ രാത്രി ഇന്ന് രാവിലെ തൊട്ട് എനിക്ക് നല്ല പ്രോഗ്രാമായിരുന്നു. രാവിലെ ഒരു പെരുന്നാളുണ്ടായിരുന്നു, അതിനുശേഷം ശവാടൊക്കെ ഉണ്ടായിരുന്നു, അതിനുശേഷം ഒരു വീട് കൂതാശ ഉണ്ടായിരുന്നു, അതിനുശേഷം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ അച്ഛൻ്റെ ഒരു മെസ്സേജ് എനിക്ക് വന്നു. ആ മെസ്സേജ് ഇതായിരുന്നു: ഇന്നലെ റെക്കോർഡ് ചെയ്ത വീഡിയോ ഇന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അതെത്രയും പെട്ടെന്നൊന്ന് എനിക്ക് അയച്ചു തരാൻ സാധിക്കുമോ? ഞാനന്നേരം ഇങ്ങനെ വിചാരിച്ചു, ഇവിടെയൊക്കെ എത്രയോ വീഡിയോ എടുക്കുന്നുണ്ട്, അതൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മുടെ പല ആളുകളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ 1-2 മാസം കഴിഞ്ഞാൽ പോലും ഈ സാധനം മേളി ആകാശത്ത് ചെല്ലുകയില്ല, ഏറി ചെല്ലുകയില്ല. പിന്നെ ഇടയ്ക്ക് വിളിക്കും പറയും നോക്കട്ടെ. അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ ചില സാധനങ്ങളൊക്കെ പോകുന്നു ഇവിടുന്ന് നമ്മുടെ മീഡിയ സെല്ലിൽ. അപ്പോൾ ഇത്രയും രോഗാവസ്ഥയിലുള്ള ഒരച്ഛൻ അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥയിൽ പോലും സുവിശേഷത്തോട് കാണിക്കുന്ന അതീവ തീവ്രത എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുകയാണ്. ഈ തീക്ഷ്ണതയും തീവ്രതയുമാണ് അദ്ദേഹത്തിൻ്റെ സുവിശേഷ ശുശ്രൂഷകളെ ഇത്രമാത്രം വളർത്തിയതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. എത്രയോ സ്ഥാപനങ്ങൾ അദ്ദേഹം ഉയർത്തി. ഞാൻ ആദ്യകാലങ്ങളിൽ ചെല്ലുമ്പോൾ കേൾക്കുന്നൊരു പ്രസംഗത്തിനിടയിൽ അദ്ദേഹം പറയും, 800ഓളം പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അവിടുന്ന് അയച്ചിട്ടുണ്ട്. അന്ന് കേട്ട പ്രസംഗമാണ്. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെടും, ഇത് 800 പോയിട്ട് ഒരെണ്ണത്തിനെ കല്യാണം കഴിപ്പിക്കാൻ പോലും നമ്മളെ കൊണ്ട് സാധിക്കാത്തിടത്ത് ഈ 800 എണ്ണത്തിനെ എങ്ങനെ സാധിക്കും? ആളുകളുടെ കയ്യിൽ നിന്ന് എരന്നും സ്വോത്ര കാഴ്ച ഇടിയിച്ചും തമാശകൾ പറഞ്ഞും ഒക്കെ ആ പണം സ്വരുക്കൂട്ടി പാവങ്ങൾക്ക് പങ്കുവെച്ചു കൊടുത്ത ഒത്തിരിയേറെ ചരിത്രങ്ങളുണ്ട്. അപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് ഞാനിത് പറയുന്നെന്നുള്ളതേ ഉള്ളൂ. ഇതൊരിക്കലും ഒരു മുഖസ്തുതി പറയുന്നതല്ല. സത്യത്തിൽ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന്
ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ സുവിശേഷം ഇങ്ങനെ പ്രഘോഷിക്കുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ മാറി നിന്ന് അത് കണ്ട് സന്തോഷിക്കാൻ സാധിക്കുന്നതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് ഞാൻ പറയുകയാണ്. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് അച്ഛൻ നമ്മുടെ ഈ സ്ഥാപനത്തിൽ വരുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷവും ഒത്തിരി അഭിമാനവുമുണ്ട്. അച്ഛനെ ഒരിക്കൽ കൂടി ഇന്നത്തെ ശുശ്രൂഷയ്ക്കായിട്ട് ഹാർദവമായി ഈ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുകയും അച്ഛന് വേണ്ടി കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ഉപരിയായ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഞാൻ പറയുകയാണ്, നമ്മുടെ സ്വിറ്റ്സർലൻഡിൽ നിന്നൊരു ലേഡി, നമ്മുടെ ജൂലിയാന ഇവിടെ വന്നിട്ടുണ്ട്. ഒരു കൊച്ചുമായിട്ടാണ് വന്നത്. എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ ഇതാണ്, ഇവിടെ കുറച്ച് ദിവസം താമസിക്കണം, ഒരു സ്പിരിച്വൽ കൗൺസിലിംഗ് കിട്ടണം, അതെപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞ് ആ ആളിങ്ങനെ നടക്കുകയാണ്. എപ്പോഴാണ് സ്പിരിച്വൽ കൗൺസിലിംഗ് കൊടുക്കുക, അതിനുവേണ്ടി വന്നിവിടെ താമസിക്കുകയാണ്. ഒരു 5-6 ദിവസമെങ്കിലും ഇവിടെ ഉണ്ട്. 5-6 ദിവസം ഇവിടെ നിൽക്കുന്നതിനാണ് ഒരു സ്പിരിച്വലായ കൗൺസിലിംഗ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഇവിടെ ആർക്കും സ്പിരിച്വലും വേണ്ട കൗൺസിലിങ്ങും വേണ്ട. ഓടിച്ചിട്ട് പിടിച്ച് കൗൺസിലിംഗ് റൂമിലേക്ക് ചവിട്ടിത്തള്ളി കയറ്റിയാണ് ഓരോരുത്തരെ കൗൺസിൽ ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ആളുകളൊക്കെ ഇത്രയും ദൂരെ നിന്ന് ഇങ്ങനെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓർത്തോണം, നമ്മുടെ ആളുകൾക്ക് വേണ്ടി നമ്മളിങ്ങനെയുള്ള ആളുകളെയൊക്കെ ചവിട്ടിത്തള്ളിയൊക്കെ കൊണ്ട് കൗൺസിലിംഗ് ചെയ്താൽ കാര്യ റിസൾട്ടൊന്നും വരികയില്ല. ഈ വിദേശത്തുനിന്ന് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. നമുക്ക് മാനസികമായിട്ടൊന്നും അത്ര നല്ല സെറ്റപ്പിലല്ലെങ്കിലും പ്രാർത്ഥിച്ചാൽ ഉടനെ കർത്താവ് സംസാരിക്കാൻ തുടങ്ങും. എനിക്കത് അത്ഭുതം തോന്നാറുണ്ട്. പ്രാർത്ഥിച്ച് തീരുന്നതിന് മുമ്പേ കർത്താവ് അവരോട് സംസാരിച്ച് തുടങ്ങും. അതെന്തുകൊണ്ടാണെന്നറിയോ? അവരുടെ മനസ്സ് നല്ലതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ മലയാളികളുടെ മനസ്സ് ഇത്തിരി നല്ലതല്ലേന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇച്ചിരി കാപട്യവും ഇത്തിരി അസൂയയും ഇത്തിരി കുശുമ്പും ഒക്കെ ആയിട്ട്, എന്നാൽ പിതാവേ ഞാൻ വയലിൽ പോയി എന്ത് വേണമെങ്കിലും പണിയെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു പണിയും ചെയ്യാത്ത കുറേ മനുഷ്യർ. മനസ്സില്ലെന്ന് പറഞ്ഞിട്ട് പണിയെടുക്കുകയാണെങ്കിൽ ചെയ്തതൊക്കെ പിതാവിന് സന്തോഷമായിട്ട് മാറും. ഞാൻ എല്ലാം ചെയ്തോളാം. മാമോദീസ തൊട്ടിയിൽ നിന്ന് നമ്മൾ പുറത്ത് ചാടുമ്പോൾ നമ്മൾ പറയുന്നതെന്നാണ്, ഇന്നലെ അച്ഛനത് വായിച്ചു, റോമാലേഖനം 6-ാം അധ്യായം 3-ാമത്തെ വചനം. ഈ ദേവാലയത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക വചനമാണ് അച്ഛൻ വായിച്ചത്. ഞാൻ ഞടുങ്ങിപ്പോയി. കാരണം എൻ്റെ ആദ്യം മുതലുള്ള പ്രസംഗം ഈ വചനമായിരുന്നു. റോമ 6:3. ആദ്യത്തെ പ്രസംഗം മുതൽ എൻ്റെ വചനം റോമ 6:3 നിങ്ങൾ സംസ്കരിക്കപ്പെട്ടവരാണ്, നിങ്ങൾ മാമോദീസായിലൂടെ ഉയർത്തെഴുന്നേറ്റ് ഉണ്ണിയേശുവായവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി ചെയ്ത് ഒപ്പിട്ടുകൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷനില്ല. ക്രിസ്ത്യാനിയാകുക, ജീവിക്കുക എന്നല്ലാത്തൊരു ഓപ്ഷനില്ല. ഇതായിരുന്നു എൻ്റെ പ്രസംഗത്തിൻ്റെ ബേസ്. ഇന്നലെ ഈ ബലിപീഠത്തിൽ മുമ്പിൽ നിന്നപ്പോൾ അച്ഛൻ ഈ വചനം എടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് അപ്പോഴേ മനസ്സിലായി, ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന പ്രഘോഷണം പരിശുദ്ധാത്മാവ് നേരിട്ട് ഇവിടെ ആര് വന്നിരുന്നാലും പരിശുദ്ധാത്മാവ് ആ വ്യക്തിക്ക് ഈ സ്ഥലത്ത് കൊടുത്തിരിക്കുന്ന വചനം പ്രഘോഷിക്കുക. അതിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തണം, ഞാനിവിടെ ഉണ്ട് മകനെ, ഞാനിവിടെ ഉണ്ട്. എൻ്റെ ഏറ്റവും വലിയ വേദന എന്താണെന്നറിയോ? നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കും. പരിശുദ്ധ പാത്രക്കീസ് വന്നപ്പോൾ പാത്രക്കീസ് ബാവായുടെ കുരിശും വലിച്ചു പറിച്ചു, സ്ലീവായും വലിച്ചു താഴെ ഇട്ടു. എന്താണ്? ഭക്തി മൂത്തിട്ടാണ്. അവസാനം ഞുള്ളിപ്പറിച്ച് ദേഹത്തെല്ലാം അവർക്ക് ചുവന്ന നിറമാണല്ലോ, പാടും വീണ് വളരെ മനപ്രയാസപ്പെട്ട് ഷൂ ഊരിക്കളഞ്ഞ്, ഷൂ ആരണ്ട് ചവിട്ടി ഊരിപ്പോയി. അങ്ങനെ എന്താണ്? ഭക്തി മൂക്കുന്നതാണ്. ബിഷപ്പുമാർ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെയാണ്, ഫിഷ് മോളി എല്ലാം കൊടുത്ത് ഭയങ്കരമായിട്ട്. ഞങ്ങളെയൊക്കെ നന്നായിട്ട് നിങ്ങൾ കരുതുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. ആ പരിഗണന ഈ സഭയിൽ ഞങ്ങളെ ഞങ്ങളാക്കിയ പരിശുദ്ധാത്മാവിനും ഞങ്ങളും നിങ്ങളും കൊടുക്കുന്നുണ്ടോ നമ്മൾ നോക്കണം. എത്ര ദയനീയമാണ് പരിശുദ്ധാത്മാവിൻ്റെ അവസ്ഥയെന്ന് ഞാൻ ഓർക്കാറുണ്ട്. എന്തെല്ലാം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നമ്മുടെ മധ്യത്തിൽ വർഷിക്കുന്നു. പക്ഷേ എന്നാൽ ഇന്നു മുതൽ ഞാൻ പരിശുദ്ധാത്മാവ് പറയുന്ന അങ്ങ് അനുസരിച്ചേക്കാം എന്ന് ചിന്തിച്ച് അവൻ്റെ സ്വരം കേൾക്കാനോ അവൻ്റെ വഴിത്താരയിലൂടെ പോകാനോ പലരും തയ്യാറല്ല. ഒരു നിർബന്ധിത അടിമയുടെ പരിപാടിയാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. ക്രിസ്ത്യാനി ബിഷപ്പ് പറയുന്നത് കൊണ്ടും അതുപോലെ കൽപ്പന കിട്ടുന്നത് കൊണ്ടും മുടക്ക് കിട്ടാതിരിക്കാനും വേണ്ടിയിട്ടുള്ള അടിമപ്പണി ചെയ്യുന്നു എന്നല്ലാതെ, അഴിച്ചുവിട്ടാൽ
ഏത് വഴിക്കാണ് പോകുന്നതെന്ന് പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് പ്രത്യേകം കമ്പിയിട്ട് മുറുക്കി സിംഹത്തെയും കരടിയെയും ഒക്കെ കൊണ്ടുപോകുന്ന സർക്കസുകാർ കൊണ്ടുപോകുന്ന പോലെയാണ് ഞങ്ങൾ ഈ ജനത്തെ ഇപ്പം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആടുകളെ നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. പക്ഷേ കരിമ്പുലി, പിന്നെ സിംഹം, കരടി, ഇതുപോലത്തെ ടൈപ്പ് പാട്ട് ഇടയ്ക്ക് ഞങ്ങൾക്കിട്ട് മാന്ത് കിട്ടാറുണ്ട്. അങ്ങനെയാണ് നയിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ. പ്രിയമുള്ളവരെ, ഈ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരണം. നിങ്ങൾ ഓരോരുത്തരും പേഴ്സണലി പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുക. അച്ഛൻ്റെ കുറേ പുസ്തകങ്ങളുണ്ട്. പഞ്ചസൂത്രം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. എത്ര മനോഹരമായ ഒരു പുസ്തകമായിരുന്നു പഞ്ചസൂത്രം. ഞാൻ ആ പുസ്തകം ഒക്കെ വായിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ വേറൊരു പുസ്തകം ഉണ്ടായിരുന്നു, ആന്തരിക സൗഖ്യത്തെക്കുറിച്ചുള്ള അച്ഛൻ്റെ ഒരു പ്രസംഗം. എൻ്റെ ആന്തരിക സൗഖ്യത്തിന് തന്നെ കാരണമായത് ആ പുസ്തകമായിരുന്നു. ഞാൻ ആ പുസ്തകം ഒരു പ്രാവശ്യം പോയിട്ട് വീണ്ടും പിള്ളേരെ വിട്ട് രണ്ടാമത് വരുത്തിച്ച് വായിച്ചു. അങ്ങനെ കുറേയേറെ പുസ്തകങ്ങൾ അച്ഛൻ എഴുതിയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇംഗ്ലീഷിലുള്ള പുസ്തകവും കാണും. ഈ പുസ്തകങ്ങൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇന്ന് കുറച്ച് പുസ്തകങ്ങളൊക്കെ ഉണ്ട് കൊണ്ടുവരണം. ആർക്കെങ്കിലും ഒരാൾക്ക് വാങ്ങിക്കണമെങ്കിൽ തോന്നുകയാണെങ്കിൽ മേടിച്ച് വായിക്കട്ടെ. ഈ പുസ്തകങ്ങളൊക്കെ എനിക്ക് വലിയ പ്രചോദനമായി തീർന്നു. ആ പുസ്തകങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ തുണ്ടുകളൊക്കെ വെച്ചാണ് ഞാൻ ആദ്യകാലത്തെ ധ്യാനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ പിൽക്കാലത്ത് പരിശുദ്ധാത്മാവ് അതിൻ്റെ വെളിപാടുകളും പരിശുദ്ധാത്മാവ് നേരിട്ട് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരാൻ തുടങ്ങിയപ്പോൾ സാധിച്ചു. അതുകൊണ്ട് അച്ഛൻ കുറേ പുസ്തകങ്ങൾ ഇന്ന് കുറച്ച് പുസ്തകം കൊണ്ടുവന്നിട്ട് കുറച്ച് പുസ്തകം കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ പുസ്തകങ്ങൾ നിത്യത ദർശിച്ച നിമിഷങ്ങൾ. അച്ഛന് പല ദർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴുണ്ടായ ദൈവിക ദർശനങ്ങളടക്കമുള്ള ഒത്തിരി കാര്യങ്ങൾ അതൊക്കെ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിക്കാം. അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അച്ഛന് വേണ്ടി ഒരിക്കൽ കൂടി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ, അച്ഛനെ അനുഗ്രഹിക്കണമേ. എത്രയോ ശക്തമായി യേശുവിൻ്റെ സാക്ഷിയായി അദ്ദേഹം ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മുഴുവനും മാംസരക്തങ്ങൾ മുഴുവനും കർത്താവിന് വേണ്ടി അദ്ദേഹം പങ്കുവച്ചു. എത്ര തീവ്രതയോടുകൂടിയാണ് അദ്ദേഹം സുവിശേഷ ശുശ്രൂഷയിൽ ഇപ്പോഴും ഈ ശാരീരിക അവസ്ഥയിൽ വീൽ ചെയറിലായിരിക്കുമ്പോഴും വ്യാപരിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നും. കർത്താവേ, ഞങ്ങൾക്കും ഈ തീക്ഷ്ണത പകർന്നു കിട്ടണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ കൺവെൻഷന് അവസാനിക്കുകയാണ്. സ്തോത്ര കാഴ്ചയുടെ സമയമാണ്. ഇപ്പോൾ സ്തോത്ര കാഴ്ച എടുക്കേണ്ട സമയം കൂടിയാണ്. ആ സമയം ഇപ്പോൾ ബഹുമാനപ്പെട്ട ജെയിംസ് മഞ്ഞാക്കലച്ചന് ഒരു വാക്ക് നന്ദി പറയുവാൻ കൂടി ഈ സമയം എടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ നയിച്ച്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഒരു സുവിശേഷത്തിൻ്റെ തീർത്ഥാടകനായി അദ്ദേഹത്തെ നയിച്ചു. ഭാരതത്തിൽ വീണ്ടും വന്ന് കർത്താവിൻ്റെ എത്രയോ തീവ്രമായിട്ടാണ് ആ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി കഴിഞ്ഞു. അച്ഛനോടുള്ള 2 ദിവസമായി ഇവിടെ വന്ന് ശുശ്രൂഷ നടത്തിയതിലുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായി ഈ സ്ഥാപനത്തിന് വേണ്ടി, ഔപചാരികതയ്ക്ക് വേണ്ടി അറിയിക്കുകയാണ്. ഇനിയും നമ്മുടെ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് വിളിക്കുമ്പോൾ, ക്ഷണിക്കുമ്പോൾ കടന്നു വരണമെന്ന് പ്രത്യേകമായി ഈ അവസരത്തിൽ ക്ഷണിക്കുകയും കൂടി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ താഴെ നമ്മുടെ 2 സിസ്റ്റേഴ്സ് നമ്മുടെ പുസ്തകങ്ങൾ അവിടെ ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്കത് വാങ്ങി, ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള കുറേ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ആവശ്യമുള്ളവർക്ക് അത് വാങ്ങാവുന്നതാണ്. ഇനി ആരെങ്കിലും പൈസ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നോട് വന്ന് പറഞ്ഞാൽ മതി, ഞാൻ പൈസ വായ്പ തരും. നിങ്ങൾക്ക് പുസ്തകം മേടിക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് പൈസ ഞാൻ തരും. നിങ്ങൾ വേണമെങ്കിൽ പുസ്തകം മേടിക്കാം. നാളെ പൈസ കൊണ്ടുതന്നെ തന്നാൽ, നാളെ വേണമെന്നില്ല, എന്തെങ്കിലും കൊണ്ട് തന്നാൽ മതി. അങ്ങനെയാണെങ്കിലും പുസ്തകം വായിക്കുന്നത് നല്ലതാണ്, നിങ്ങളുടെ പിള്ളേർക്ക് കൊണ്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ആർക്കെങ്കിലും ഞാനുമായി ബന്ധപ്പെടാൻ എൻ്റെ ഇമെയിൽ jmanyakal@yahoo.com. മഞ്ഞാക്കൽ ഒറ്റ അക്ഷരമാണ്. ജെയിംസിന് പകരം കുത്തിടരുത്. മഞ്ഞാക്കൽ MANJACKAL @yahoo.com. പിന്നെ 8 ഭാഷയിൽ എൻ്റെ വെബ് ഉണ്ട്. www.jmanyakal.net. നിങ്ങൾക്ക് ഈ പുസ്തകം മേടിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇതെല്ലാം ഉണ്ട്. ആരെങ്കിലും എഴുതിയ കണിശമാറ്റും ഞാൻ മറുപടി കൊടുക്കുന്നതും ആണ്. പ്രൈസ് ദി ലോർഡ്. നാളെ രാവിലെ 10 മണിക്ക് നമുക്ക് ഇവിടെ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ പ്രാർത്ഥന എല്ലാ മാസവും ഇവിടെ നടക്കുന്നുണ്ടാവും.
അതുപോലെ തന്നെ നാളെ വൈകുന്നേരവും ഇന്നത്തെ സമയം പോലെ തന്നെ 6 മണിക്ക് ആരംഭിച്ച് 9 മണിക്ക് അവസാനിക്കത്തക്ക രീതിയിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത്. നാളെ നമുക്ക് വേണ്ടി ദൈവവചനം നൽകുന്നത് റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ ബിഷപ്പാണ്. നമ്മുടെ ക്യൂമിനിക്കൽ കൺവെൻഷനായിട്ടാണ് നടത്തുന്നത്. നമ്മുടെ ചുറ്റുപാടും അനേകം CSIയിൽ പെട്ട ആളുകളും ഉണ്ട്. അതുകൊണ്ട് പിതാവ് വരുന്ന സമയത്ത് ആ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ വന്ന് ആ വചനം ശുശ്രൂഷകൾ കേൾക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും കൃത്യസമയത്ത് എത്തിച്ചേരണമെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹം നല്ലൊരു വാഗ്മിയാണ്. നന്നായി സുവിശേഷം വ്യാഖ്യാനിച്ച് നമുക്ക് നൽകുവാൻ കഴിവുള്ള ഒരു പിതാവ് കൂടിയാണ്. അദ്ദേഹത്തെ എല്ലാവരും കൃത്യസമയത്ത് എത്തിച്ചേരുവാനായിട്ട് ഓർമ്മിപ്പിക്കുക. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ ആശീർവാദം സ്വീകരിക്കാം. ഈ ആശീർവാദത്തിന് ശേഷം ഞാനിവിടെ ഉണ്ടായിരിക്കും. ഇതൊന്നും എടുത്തു മാറ്റണം. ഈ ബാരിയേഴ്സ് 3-4 കസേരയും മാറ്റി. ആർക്കെങ്കിലും എൻ്റെ ഒരു തൊടിയിലോ പ്രാർത്ഥനയോ ആശീർവാദമോ വേണമെങ്കിൽ ഞാൻ സന്നദ്ധനാണ്. ഞാൻ ടയേർഡൊന്നും ആയില്ല. ഞാൻ ഒരിക്കലും ടയേർഡാകുന്നവൻ അല്ല. ഞാൻ അവിടെ ഉണ്ടായിരിക്കും. ഞാൻ തൊട്ട് പ്രാർത്ഥിക്കാം. നിങ്ങൾ കഞ്ഞി കുടിക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്യുന്ന ആ സമയത്ത് തന്നെ ഓക്കെ. പുസ്തകമാണെങ്കിലും പെട്ടെന്ന് പോകേണ്ടവർക്ക് പോകാം, കുഴപ്പമില്ല. വേണ്ടവർക്ക് ആരെങ്കിലും എൻ്റെ ഒരു ആശീർവാദമോ ഒരു സ്പർശനമോ വേണമെന്നുണ്ടെങ്കിൽ, കാരണം ഈ ഔദ്യോഗികമായിട്ട് എല്ലാവർക്കും തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് സജ്ജീകരണമൊന്നും നമുക്കിവിടെ ഇല്ല. അതിനുള്ള സമയവുമില്ല, നമ്മളത് പ്രതീക്ഷിച്ചുമല്ല. എങ്കിലും ആരെങ്കിലും രോഗികളായിട്ടുള്ളവർക്ക് എൻ്റെ ഒരു ആശീർവാദമോ ഒരു ബ്ലെസ്സിങ്ങോ വേണമെങ്കിൽ ഞാനിവിടെ ഈ ഫ്രണ്ടിൽ ഉണ്ടായിരിക്കും. പിതാവ് ഇരുന്ന ആ സ്ഥലത്ത് ഞാൻ വീൽ ചെയറിലിരിക്കും. നിങ്ങൾക്ക് വന്ന് മുട്ടേ നിൽക്കുകയാണെങ്കിൽ എനിക്ക് സൗകര്യമായിരിക്കും. പ്രാർത്ഥിക്കാം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നാം എല്ലാവരുടെയും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.